പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പരമകാരുണ്യനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ വിശ്വവിടലിനെ അനുഗ്രഹിക്കുന്നതാകട്ടെ. നദി ഗർഭിണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം കാര്യങ്ങൾ റൂട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം നല്ല രീതിയിലും സുഖകരമല്ലാത്ത രീതിയിലും ഒക്കെ കുറെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിലേതാണ് ശരി തെറ്റ് എന്നിപ്പോ പറയലല്ല നമ്മൾ ഉദ്ദേശിച്ചത്. വ്യക്തികളെന്നുള്ള നിലക്ക് തന്നെ നമ്മൾ ഓരോരുത്തരും സത്യവിശ്വാസികൾ എന്നുള്ള നിലക്ക് അല്ലാഹുവിന്റെ പ്രവാചകനെ പഠിക്കുകയും മനസ്സിലാക്കുകയും പിന്തുടരുകയും പിൻപറ്റുകയും അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യത്തിൽ അള്ളാഹുവിന്റെ തന്നെ വിധിവിലക്കുകളെ പ്രത്യേകമായി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ എന്നെയും നിങ്ങളെയും വളർത്തുന്നു, വസീയത്ത് ചെയ്യുന്നു. നബിജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നബിദിനല്ല, നബിദിനം റമദാനിലാണ്. അത് വളരെ കെങ്കേമമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നുണ്ട്. ഒരു മാസം നബിയായത്, നബിദിനം എന്ന് പറഞ്ഞാൽ നബിയായ ദിവസമാണ്. അത് റമദാൻ മാസത്തിലാണ് സംഭവിച്ചിട്ടുള്ളത്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. ഖുർആൻ അവതരിക്കാൻ തുടങ്ങിയ മാസം, അല്ലാഹുവിന്റെ റസൂലിനെ ഹിറാ ഗുഹയിൽ വെച്ചിട്ട് വഹയി ലഭിക്കുകയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി മാറുകയും ചെയ്യുന്ന പ്രക്രിയ നിർവഹിക്കപ്പെടുന്നത് റമദാൻ മാസത്തിലാണ്. അത് വളരെ മനോഹരമായിട്ട് അള്ളാഹു തന്നെ നമ്മളോട് ആഘോഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 30 ദിവസം നോമ്പും ഖുർആന്റെ വാർഷികം, നബിയുടെ വാർഷികം, നബുവത്തിന്റെ വാർഷികം ഒക്കെ അതിലുണ്ട്. വിശദാംശങ്ങളിലേക്കും ഉണ്ടാകും. അപ്പം നടക്കുന്നത് നബി ജന്മദിനമാണ്. ജന്മദിനത്തിന് എന്താണ് ഇസ്ലാമിലെ പ്രസക്തി എന്നുള്ളത് മുങ്ങി തപ്പി പരിശോധിക്കേണ്ടതാണ് നമ്മൾ. അതിന്റെയും ശരിതയിലേക്കൊന്നും ഞാനിപ്പോൾ പോകണില്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു സാധനം ഇല്ല. നബി ജന്മദിനവുമായി ബന്ധപ്പെട്ടിട്ടൊന്നും ഈ വേറെങ്ങനെ നമ്മൾ ഇടങ്ങേറായിട്ട് ഏതെങ്കിലും ആയത്തോ ഹദീസോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നിർബന്ധിതമായി കെട്ടി വലിച്ചു കൊണ്ടുവന്ന് അതിനെക്കുറിച്ചാണ് എന്നൊക്കെ പറയാം എന്നല്ലാതെ ജന്മദിനം ഇപ്പം നമ്മൾ ഈ കാണിക്കുന്ന രീതിയിൽ ഒമ്പിച്ച സംഭവമായിരുന്നെങ്കിൽ, ഒരു മാസത്തെ റമദാൻ പോലെ, നമ്മുടെ പെരുന്നാൾ പോലെ, നമ്മളുടെ ഹജ്ജ് പോലെ ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ ഖുർആനിലോ ഹദീസിലോ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലോ ഒക്കെ നന്നായിട്ട് കാണാൻ കഴിയുന്നു. ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇടങ്ങേറാവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിൽ ഖുർആനൊക്കെ ഉണ്ട്. അപ്പൊ ഖുർആനിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ജന്മദിനത്തെക്കുറിച്ച് പറയുന്ന ആയത്തുകൾ ഏതാണ്? ഓരോ വിഷയത്തെക്കുറിച്ചും പറയണ മരണത്തെക്കുറിച്ചുള്ള ആയത്തുകളുണ്ട്. അപ്പൊ ജനിക്കണീനെ കുറിച്ചുള്ള ആയത്തുണ്ട്. പക്ഷെ ജന്മദിനത്തെക്കുറിച്ചുള്ള ആയത്തുകളൊന്നും ഖുർആനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, ഇവിടെയും കാണാൻ കഴിയില്ല. ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. മലയാളത്തിലൊക്കെ ഇഷ്ടം പോലെ അർത്ഥം വെച്ചിട്ട് അതിന്റെയൊക്കെ അധ്യായങ്ങളുടെ തലക്കെട്ട് വായിച്ചു നോക്കിയാൽ മതി നിങ്ങൾ. ബുഖാരിയുടെയും മുസ്ലിമിന്റെയും തുർമുദിന്റെയും നസായിന്റെയും അതേപോലെ പല ഹദീസിന്റെ ഗ്രന്ഥങ്ങളും ഇമാം റിയാദുസ് സ്വാലിഹീനും ഒക്കെ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവണം. ആരോ ഒരാൾ പറയണത് കേട്ടിട്ട് ഞാൻ പറഞ്ഞതോ അല്ലെങ്കിൽ വേറൊരാൾ പറയണത് കേട്ടിട്ടോ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ തീരുമാനിക്കണമെങ്കിൽ പകരം നമുക്ക് തന്നെ കുറച്ചും കൂടി ഒരു ആഴത്തിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യാനും മനസ്സിലാക്കാനും ഉരുക്കഴിച്ചെടുക്കാനും ഒക്കെ പറ്റുന്ന രീതിശാസ്ത്രമാണ്. അല്ലെങ്കിൽ നാടോട് വന്ന് ഇടപെടേണ്ടി വരും. കുറെ ആൾക്കാർ പറ്റും പറയാം, കുറെ ആൾക്കാർ പറ്റൂല എന്ന് പറയാം. ഇതൊക്കെ പറയണ തമ്മിൽ പേരും കടിയും പിടിയൊക്കെ. ആ പറയുന്നിടത്തോ അതിനെ എതിർക്കുന്നിടത്തോ ഒന്നും അള്ളാന്റെ ദീനും ഇല്ല, റസൂലും ഇല്ല, അതിന്റെ സ്നേഹമില്ല, ഹുബ്ബുമില്ല, വളരെ കർക്കശവും പുതിയ കേരളീയ അന്തരീക്ഷത്തിലൊക്കെ നടക്കണത് എന്താണ് നമ്മൾ അറിയണം. അപ്പോ ആരൊക്കെ എന്തൊക്കെയാണ് ഇവിടെ പ്ലാൻ, ഇതൊന്നും നമുക്ക് വിഷയമല്ല. നമ്മളെന്ത് ചെയ്യും? അകത്താക്കി പുറത്താക്കി സോഷ്യൽ മീഡിയയിലും അങ്ങാടിയിലും ഒക്കെ നിബിധനവുമായി ബന്ധപ്പെട്ട ഹറാമും ഹലാലും വല്ലാതെ പറഞ്ഞ് കൊഴുപ്പിച്ച് നമ്മുടെ സംഘടനകളും സംവിധാനങ്ങളും ഒക്കെ. ഞാൻ അതിന്റെ ശരി തെറ്റൊന്നും ഞാൻ പറയാൻ ആളല്ല. ഞാനിത് സംഗതി അവസ്ഥ പറയണല്ലോ. വർത്തമാനകാലത്ത് ഇതെന്താണ് മുസ്ലിം ഉമ്മത്തിന് ഗുണം ചെയ്യുക? അപ്പൊ ഇത് ആളുകൾ പറയുന്നത് കേട്ടിട്ട് സംഘടനകളും നേതാക്കന്മാരും ഒക്കെ പറയുമ്പോൾ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനും നിങ്ങളും വിവരം കാണിക്കാത്തതുകൊണ്ടാണ്. നമ്മുടെ കയ്യിലുള്ള കിതാബും നമ്മുടെ വീട്ടിൽ ഖുർആനില്ല, നമ്മുടെ വീട്ടിൽ ശരിക്കും ഒരു ഹദീസിന്റെ പുസ്തകങ്ങളില്ല. എന്നിട്ട് അതൊക്കെ നോക്കിയിട്ട് കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് സ്വയം മനസ്സിലാക്കുന്ന ആളുകളുടെ സഹായം വേണ്ടി വരും കുറെയൊക്കെ മനസ്സിലാക്കാൻ. എങ്കിൽ പോലും ചിലതൊക്കെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. അവിടെ ഒന്നും നിങ്ങൾക്ക് ജന്മദിനേറ്റൊന്നും ബന്ധപ്പെട്ടിട്ട് കാര്യമായിട്ടൊന്നും കാണാനൊന്നും കഴിയില്ല. പക്ഷെ അത് നടത്തുന്നവർ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഒക്കെ
വളരെ ചില വാക്കുകൾ, ചില സംഗതികൾ, അങ്ങനെയൊന്നും വരേണ്ട ഒരു സംഗതി ഇല്ലാതെ ഉള്ളതാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ഇത്രയും വിപുലമായി നടത്തപ്പെടേണ്ട ഒരു പരിപാടിയാണെങ്കിൽ ഖുർആനോ ഹദീസോ അതിനോ നമ്മുടെ മുമ്പിൽ വെക്കാതെ പോവില്ല. കാരണം വളരെ നിസ്സാരമായ കാര്യങ്ങൾ പോലും ചിലതൊക്കെ ഖുർആന് പറഞ്ഞു പോയിട്ടുണ്ട്. ഇത്രയും ബൃഹത്തായ ഇപ്പൊ ജന്മദിനം എന്ന് പറയുന്നത് അതിന് വേറെ കാരണങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ ഇനി കടന്ന് പോണില്ല. ഒരാൾ ജനിക്കണതും മരിക്കണതും അയാളുടെ തീരുമാനം അനുസരിച്ചല്ല. അതുകൊണ്ട് അവനാൻ തന്നെ സ്വയം ജനിച്ച് അവനാൻ തന്നെ സ്വയം മരിച്ച് ഒക്കെ കാര്യം നടത്തുകയാണെങ്കിൽ ജന്മദിനവും മരണദിനവും ഒക്കെ ഭയങ്കര സംഭവമായിട്ട് നമുക്ക് ആലോചിക്കാം. അതൊക്കെ വേറെ അള്ളാഹുവിന്റെ ഖദറുമായി ബന്ധപ്പെട്ടതാണ്, അവന്റെ അധികാരവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഒരാൾ എന്താവുന്നുള്ളതും അദ്ദേഹത്തിന്റെ നബിയാവണത് നബിന്റെ തീരുമാനമല്ല, ഖുറൈശികൾ തീരുമാനിച്ചതോ ഹാഷിം കുടുംബം തീരുമാനിച്ചതോ മക്കക്കാര് തീരുമാനിച്ചതോ അറബികൾ തീരുമാനിച്ചതൊന്നുമല്ല. മുഹമ്മദ് നബിയാവണം എന്നുള്ളത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അപ്പൊ അള്ളാഹു സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, കടലിനെ, മലയൊക്കെ വെച്ചതുപോലെ പ്രവാചകന്മാരെയും അള്ളാഹ് തെരഞ്ഞെടുത്ത് വെക്കുകയാണ്. എവിടെയാണ് അറബിക്കടൽ, എവിടെയാണ് ഇന്ത്യൻ മഹാസമുദ്രം, എവിടെയാണ് ആമസോൺ, എവിടെയാണ് സഹാറ, എവിടെയാണ് എവറസ്റ്റ്, അതെവിടെയാ വേണ്ടത് എന്ന് പറഞ്ഞതുപോലെ തന്നെ അള്ളാഹു പ്രവാചകന്മാരെയും സമയവും സന്ദർഭവും സ്ഥലവും ഒക്കെ പറ്റിയത് നോക്കിയിട്ടാണ് ഓരോരുത്തരെയും അയച്ചിട്ടുള്ളത്. അതിലൊന്നും ആർക്കെന്തില്ല, മനുഷ്യർക്ക് യാതൊരു അധികാരങ്ങളും ഇല്ല. പിന്നെ ആഘോഷങ്ങൾ എന്നൊക്കെ പറയുന്നത് വേറെ ഒരു തരമാണ്. എല്ലാം അതും ആഘോഷങ്ങൾ എന്ന് ഇസ്ലാമിലെ ആഘോഷങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാളാണ്. ആ പെരുന്നാളിന്റെ ആഘോഷം എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ളത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് തകബ്ബറുല്ലാഹു അലാ മാ അതാക്കും വലഅല്ലക്കും തഷ്കുറൂൻ, അല്ലാഹുവിനെ തക്ബീർ ചെയ്തുകൊണ്ട്, അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ട്, ഖുർആനിനെ പിൻപറ്റിക്കൊണ്ട്, അതിരുവിടാതെ ആഘോഷങ്ങളുടെ ആഡംബരങ്ങളും അതുപോലെ തന്നെ കെട്ടുകാഴ്ചകളൊന്നും ഇല്ലാതെ കാര്യങ്ങളുടെ മർമ്മം തിരിച്ചറിയുന്ന എന്താണ്, എന്തിനാണ്, എങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ആഘോഷങ്ങൾ നിർവഹിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇത് പുതിയ ലോകത്തെ നിയന്ത്രിക്കുന്നത് ഇസ്ലാം ഒന്നുമല്ല, ഹിന്ദുത്വമല്ല, ക്രിസ്ത്യാനിറ്റി ഒന്നുമല്ല. അതിനൊന്നും വലിയ കണക്ഷനൊന്നും ഇതിനില്ല. ക്യാപിറ്റലിസമാണ്. അവർക്കൊക്കെ വിപണിയാണ്. ഓണം വിപണിയാണ്, മീലാദ് നബി വിപണിയാണ്, രാമനവമി വിപണിയാണ്, ശ്രീകൃഷ്ണ ജയന്തി വിപണിയാണ്. എല്ലാം കച്ചവടമാണ്. അതുകൊണ്ട് ആ കച്ചവടത്തിന്റെ കണ്ടോടുകൂടി നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അതിലേക്ക് ആളുകളെയും സമൂഹത്തിനെയൊക്കെ നിർബന്ധിതമായി വലിച്ചടക്കുന്ന കുറെ സംവിധാനങ്ങൾ അവർ ഒരുക്കി വിളക്കി ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ നമ്മളും ചിലപ്പോൾ അറിയാതൊക്കെ കൂട്ടുകൂടുക. നിൽക്കട്ടെ, ആ വിഷയതരം നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ അത് പറയണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചതാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലായിട്ട് നല്ല ചർച്ചകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം, മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം? കഴിഞ്ഞ 1400-ലധികം വർഷമായി അന്നത്തെ പോലെ തന്നെ ഇന്നും പോസ്റ്റ് മോഡേണായി. അങ്ങനെയാണല്ലോ, ഇത് പോസ്റ്റ് മോഡേൺ കാലമാണെന്നാണ് പറയുക. ഉത്തരാധുനിക കാലം, അത് പോസ്റ്റ് ട്രൂത്ത് കാലം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നുണകളുടെ കാലമാണെന്നൊക്കെ. ഏറ്റവും കൂടുതൽ നുണകൾ വന്നുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ടാണ്, ഖുർആനും മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കാരണം അത് സത്യമായതുകൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ, നിരീശ്വര സംഘപരിവാർ ടീമുകൾ, ഇതിന്റെയൊക്കെ ഉള്ളിലേക്ക് നിങ്ങൾ കയറി ചെന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിശുദ്ധ ഖുർആനിനെയും ചിലപ്പോൾ അള്ളാഹുവിനെ പോലും വളരെ അപകടകരമായ, അതുകൊണ്ട് ഓൾക്ക് എന്തെങ്കിലും പറ്റുമെന്നല്ല, ഇവര് ഇങ്ങനെ സൂര്യനെ കൈകൊണ്ട് മറച്ചിട്ട് തടുക്കാൻ പറ്റുമോ? കൊടുങ്കാറ്റ് വരുമ്പോൾ മൊറെടുത്തിട്ട് വീശിയിട്ട് തടുക്കാൻ പറ്റുന്ന സാധനമൊന്നുമില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലും അള്ളയും ഖുർആനൊന്നും ഇവരാരെങ്കിലും ഇരുട്ടിലിരുന്ന് കൂക്കിയതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തിട്ട് ഒരു മതിൽ കിട്ടിയതുകൊണ്ടൊന്നും അവസാനിക്കുന്ന ഒരു സാധനമൊന്നുമല്ല. അന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ പരിപാടി, ഇന്ന് തുടങ്ങിയതല്ല. അത് അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ച് മുന്നോട്ട് പോയി 40-ൽ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട രംഗം മുതൽ അബൂലഹബും അബൂജഹലും വലീദ് ബിൻ മുഗീറ, ഉത്ബയും ഷൈബയും, റോമും പേർഷ്യയും ഇറാഖും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ അടിച്ചിരുത്താൻ. പക്ഷെ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ സമകാലികരായ, അദ്ദേഹത്തെ നന്നായിട്ട് അയവിറക്കിയിട്ടുള്ള, അദ്ദേഹത്തിന്റെ ഓരോ ചലനങ്ങളും ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള, അദ്ദേഹത്തിന്റെ ഇടതും വലതുമുള്ള അദ്ദേഹത്തിന്റെ സഹാബികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം സഹാബിമാരുണ്ട്, അവരെ പോവുക. അതല്ലാത്തവരെന്നെ അവിടെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അബൂജഹലും ഒക്കെ കുടുംബം കൊണ്ടും ബന്ധങ്ങൾ കൊണ്ടും സാമൂഹികമായ നാടും പ്രദേശങ്ങൾ കൊണ്ടും ഒക്കെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ തുടങ്ങി വെച്ച കളികൾക്ക് പോലും അള്ളാഹുവിന്റെ റസൂലിന് ഒരു പരിക്ക് ഏൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് പരിക്ക് പറ്റും, മുസ്ലിം സമുദായത്തിന് അല്പം ഭയങ്കര പരിക്ക് പറ്റിക്കോളാം. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകനോ വിശുദ്ധ ഖുർആനോ അള്ളാഹുവിനോ ഒന്നും ഇവരിരുന്ന് എന്തെങ്കിലും പറയുന്നത് കൊണ്ട് സംഭവിക്കില്ല. സംഭവിക്കാൻ പോണ ഒരു ദുരന്തം എന്താണെന്ന് വെച്ചാല് അള്ളാഹുവിന്റെ റസൂലിനെയും ഖുർആനിനെയും ഒന്നും ശരിക്കും അറിയാത്തതുകൊണ്ട് നമ്മളെ ആളുകൾ എന്ത് പറയും? ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ അബൂലഹബിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നബിന്റെ അളാപ്പയാണ് ഈ സൂറത്ത് എന്തിനാണെന്നാ നിരീശ്വരവാദികൾ ചോദിക്കുക. ഇത് നബിന്റെ അളാപ്പാന്റെ സൂറത്താണ്. 1400 കൊല്ലം മുമ്പുള്ള നബിന്റെ അളാപ്പാനെ കുറിച്ചുള്ള സൂറത്ത് ഇപ്പോ ഓതിയിട്ട് എന്താ കാര്യം? ഇതാണ് നമ്മളോട് ചോദിക്കുക. അപ്പൊ നമ്മളിങ്ങനെ ശരിയാ നബിന്റെ അളാപ്പാനെ കുറിച്ച് ഖുർആനിൽ ഓതിയിട്ട് നമുക്ക് എന്താ കാര്യം കിട്ടാൻ പോണത്? അപ്പൊ അറുപാടഞ്ചനാണ്, യാഥാസ്ഥികമാണ്. പക്ഷെ അബൂലഹബ് എന്ന് പറയുന്നത് എന്താ?
എന്തിനാണ് ഖുർആൻ ആ സൂറത്ത് അവതരിപ്പിച്ചത്? അതൊരു നിലപാടാണ്, അതൊരു സംസ്കാരമാണ്, അതൊരു പ്രൊജക്റ്റാണ്. അതിൽ വ്യക്തികളും സംഘടനകളും പ്രസ്ഥാനങ്ങളും ആശയങ്ങളും ഒക്കെ അബൂലഹബായിട്ട് മാറും. അല്ലാതെ നബിന്റെ അളാപ്പയായ അബൂലഹബിനെ മാത്രം വെച്ചിട്ട് ഖുർആൻ കഥ പറഞ്ഞതല്ല. അബൂലഹബിന്റെ നിലപാടുകൾ എന്ന് പറയുന്നത് അന്നത്തെക്കാൾ ഭീകരമായിട്ടെന്ന് ആധുനിക മുതലാളിമാർ അനാഥകളുടെയും അഗതികളുടെയും പൊതുജനത്തിന്റെയും ഒക്കെ സമ്പത്ത് കൊണ്ട് അതിനാണ് അബൂലഹബിനെ കൈകാര്യം ചെയ്ത്. അവന്റെ എല്ലാം തകരും, നശിക്കും, മുടിയും. എന്നിട്ട് അവൻ എന്ത് ചെയ്യാം? സത്യത്തെ എതിർക്കാനും രംഗത്ത് വരും. അപ്പോ ഇങ്ങനത്തെ നമ്മളെ കുട്ടികളൊക്കെ പാതി വന്ന വിവരങ്ങളൊക്കെ ആയിട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യും? ശരിയാണ്, മുഹമ്മദ് നബി 8 വയസ്സാ 45, 50, 52 വയസ്സുള്ള മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറും 8 വയസ്സുള്ള ആയിഷനെ കല്യാണം കഴിച്ചു. അപ്പൊ നമ്മളാകെ കൂടി കിടന്നിട്ട് പെരങ്ങാൻ തുടങ്ങും. അപ്പൊ ശരിയാണ്, അപ്പൊ അത് വളരെ മോശപ്പെട്ട എന്തൊക്കെയാണ് പറയണമെന്ന് അറിയാം നിങ്ങള്. വിവാഹം എന്താണ്? വിവാഹ ജീവിതം എന്താണ്? പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ വിവാഹ ജീവിതത്തിലെ അടിയൊഴുക്കുകളും അതിന്റെ മനോഹാരിതയും അതിന്റെ ആവിഷ്കാരങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഇതൊന്നും നമുക്കറിയില്ല. 9 കെട്ടി 11 കെട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞെട്ടിച്ചിട്ട് ഉള്ള ഹേമ കമ്മിറ്റി മുഴുവൻ നടത്തുന്ന ഇവരത് പറയാ. അത് നമ്മൾ വേറെ മനസ്സിലാക്കണം. സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ മാന്യതയുള്ള ഒരതിരും കൃത്യമായി നിർണയിച്ചിട്ടില്ലാത്ത ഇവരെന്ത് ചെയ്യും? അള്ളാഹുവിന്റെ, കാരണം അവർക്കൊരു കുത്തഴിഞ്ഞ സമൂഹം നിർമ്മിക്കപ്പെടണം. പക്ഷെ അതിൽ ഏറ്റവും കരിസ്മാറ്റിക് പ്രഭാവത്തോടുകൂടി സാംസ്കാരിക മൂല്യത്തിന്റെ, ധാർമ്മികതയുടെ, വ്യക്തിവിശുദ്ധിയുടെ, ജീവിത വിശുദ്ധിയുടെ എല്ലാ തലങ്ങളെയും ഒരു പാറ പോലെ ഒരാൾക്കും അടുക്കാൻ പറ്റാത്ത വണ്ണം ഉയർന്നു നിൽക്കുന്ന മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവിട് പൊടിയാക്കിയാൽ പിന്നെ എല്ലാ ചാട്ടുമുട്ടും അവർക്ക് ആവാം. അതിനു വേണ്ടിയിട്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഉണ്ടാവാൻ പോണ അബദ്ധം അത് മാത്രമാണ്. ഇന്ത്യകളൊക്കെ കുട്ടികൾ ഇതിന്റെ ഉള്ളിലേക്ക്. അതുകൊണ്ട് ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ റസൂലിനെ ശരിക്കും പഠിക്കാൻ ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ യെച്ചൂരി ഭയങ്കര സംഭവമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ ഉയർന്ന രീതിയിൽ നിലപാടുകളും സമീപനങ്ങളും ഒക്കെ സ്വീകരിച്ച ഒരു വ്യക്തിത്വം എന്നുള്ള നിലക്കാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എതിരാളികളും അനുകൂലികളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബഹുസ്വര ഇന്ത്യയുടെ, മതേതര ഇന്ത്യയുടെ, എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ഇന്ത്യയെക്കുറിച്ച് എത്ര യെച്ചൂരിയുടെ ഒരു സ്വപ്നം മീഡിയ മുഴുവൻ അതിനെക്കുറിച്ച് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ ഭയങ്കര മനോഹരമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ മുമ്പും കുറെ നേതാക്കന്മാർ, ഇനിയിപ്പോ നേതാക്കന്മാരൊക്കെ വരികയും പോവുകയൊക്കെ ചെയ്യും. പക്ഷെ ഇവരൊക്കെ എത്ര കാലമാണ് മനുഷ്യന്റെ മനസ്സിൽ നിലകൊള്ളുക? യെച്ചൂരി എത്ര കാലം? യെച്ചൂരിനെ മോശപ്പെടുത്തിയിട്ടല്ലോ കേട്ടോ ഞാൻ പറയുന്നത്. എത്ര കാലമാണ് മനുഷ്യ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് നമ്മളെ മനസ്സിലിപ്പോ ഏതായാലും ഉണ്ടാവില്ല. കാരണം ഒരു സാധാരണ രീതിയിൽ വർത്തമാനകാലത്തിന് അനുഭവങ്ങളിലൂടെ നമ്മൾ അദ്ദേഹത്തിനെ നോക്കിക്കാണും എന്നുള്ളതിന്റെ അപ്പുറം നമുക്കൊരു വിഗ്രഹമല്ല, നമുക്കൊരു പ്രതിഷ്ഠയല്ല, നമ്മുടെ ഒരു ഏക നേതൃത്വമല്ല. ആ രീതിയിലൊന്നും നമ്മൾ എതിരാളികൾ ആരും അദ്ദേഹത്തിനെ കാണാനുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ ആളുകൾ പോലും കുറച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോണത്? പുതിയ തലമുറ വരും, അതിന്റെ ഭയങ്കരമായ അനുഭവങ്ങളും അവതരണങ്ങളും ഒക്കെ വരും, അതിലേക്ക് പോകും. ഇപ്പൊ യെച്ചൂരിന്റെ നിലപാടുകൾ പോലും എന്ത് ചെയ്യും? കടപുഴകി എറിയപ്പെടും. ഇത് യെച്ചൂരി മാത്രമല്ല, ലോകത്തിലെ എല്ലാ നേതാക്കന്മാരെയും നിങ്ങൾ പഠിച്ചാൽ മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം ലോകത്ത് അനവധി മത, രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക, കലാ, സാഹിത്യ, വിദ്യാഭ്യാസ, ശാസ്ത്ര പ്രതിഭകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെയൊക്കെ ഒന്ന് വണ്ണം വെപ്പിച്ച് നിർത്താൻ വേണ്ടി അതിന്റെ ആളുകൾ അതിശക്തമായ മുതൽ മുടക്കുകൾ നടത്തി. പുതിയ കാലത്ത് പ്രത്യേകിച്ചും ഇതിനെ ജീവിക്കുന്ന കാലത്തെങ്കിലും ഇതൊരു ഹീറോയാണ് എന്ന് വരുത്തി തീർക്കാൻ സോഷ്യൽ മീഡിയ മുതൽ നന്നായിട്ട് പണമൊഴുക്കി, കരുത്തൊന്നുമില്ലെങ്കിൽ ഇത് ഭയങ്കര സംഭവമാണെന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിൽ സിനിമാ താരങ്ങൾ മുതൽ കലാകായിക താരങ്ങൾ മുതൽ രാഷ്ട്രീയ മത നേതാക്കന്മാരെ അടക്കം ഊതി വീർപ്പിച്ച് വളരെ അപകടകരമായ രീതിയിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാന്റെ റസൂലിന് ഇങ്ങനത്തെ അവതരണങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. റസൂലിന്റെ ജീവിതത്തിലെ കുലീന്നമാന ബശറും മിസ്ലുക്കും വളരെ ലളിതമായിരുന്നു റസൂലിനെ കുറിച്ചുള്ള ഖുർആന്റെ വർത്തമാനങ്ങളൊക്കെ. ഞാൻ നിങ്ങളെ പോലത്തെ ഒരാളാണ്, അങ്ങനെയുള്ള റസൂൽ പറയണം. ഞാൻ ഭയങ്കര സംഭവമൊന്നുമല്ല, ഞാൻ നിങ്ങളെ പോലത്തെ കുലീന്നമാന ബശറും മിസ്ലുക്കും, നിങ്ങളെ പോലത്തെ ആള്. അപ്പോൾ പറയും റസൂൽ നിങ്ങൾ സാധാരണ മനുഷ്യനാക്കിയൊന്ന്. സാധാരണ മനുഷ്യനാണ് റസൂൽ. ഏറ്റവും അവസാനത്തെ മനുഷ്യനും എല്ലാ മനുഷ്യർക്കും ആദ്യത്തെ മനുഷ്യനും ഒരുപോലെ ബന്ധപ്പെടാൻ കഴിയുമാറുള്ള വളരെ സുതാര്യമായ മനുഷ്യന്റെ എല്ലാ ഭാവങ്ങളിലൂടെയും, മനുഷ്യന്റെ എല്ലാ അനുഭവങ്ങളിലൂടെയും, മനുഷ്യന്റെ എല്ലാ അവസ്ഥകളിലൂടെയും കടന്നുപോയിട്ടുള്ള എല്ലാ മാലാഖയായി, ഗ്ലാസ് കൂട്ടില്, അരമനയില്, ആശ്രമത്തില്, ഗാൻഗാഹില്, പാർട്ടി ഓഫീസില്, പള്ളിയില്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനായി അങ്ങനെ വഴങ്ങി ജീവിച്ച, അങ്ങനെ ഉണ്ടല്ലോ ആളുകൾ, അങ്ങനെ ഉണ്ടാവും നേതാക്കന്മാര്. പവർഫുള്ളുള്ള നേതാക്കന്മാരായിട്ട് അവർ അരമനകളിലും ആഘോഷങ്ങളിലും വാഴ്ത്തലുകളിലും ഒക്കെയാണ് അവർ ജീവിക്കുക. മുഹമ്മദ് നബി അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ മുഹമ്മദ് നബിയെ കുറിച്ച് പൗരാണികരും പുതിയ ആളുകളൊക്കെ കാരണം റസൂലിനെ തൊടാൻ അവർക്ക് പറ്റാതെ പോയത് ക്ലീൻ, വളരെ ഉയർന്ന വ്യക്തിത്വമായിട്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. ഓരോ രംഗത്തും നമ്മൾ കഴിഞ്ഞ ആഴ്ച വെറുതെ പറഞ്ഞപ്പോ പറഞ്ഞല്ലോ, റസൂലിന്റെ എല്ലാ റോമുക്കും നിങ്ങൾക്ക് കയറിച്ചല്ല.
വീടിന്റെ എല്ലാ ഭാഗത്തേക്കും നിങ്ങൾക്ക് കയറി ചെല്ലാം. അദ്ദേഹത്തിന്റെ റോഡ് നിങ്ങൾക്ക് പരിശോധിക്കാം, നാട് നിങ്ങൾക്ക് പരിശോധിക്കാം, പള്ളിയിൽ എങ്ങനെയായിരുന്നു പരിശോധിക്കാം, പാർട്ടിയിൽ എങ്ങനെയാണ് പരിശോധിക്കുക, യുദ്ധത്തിൽ എങ്ങനെയായിരുന്നു പരിശോധിക്കുക, സന്ധി ചെയ്താൽ എങ്ങനെയായിരുന്നു പരിശോധിക്കുക, അധ്യാപകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു പരിശോധിക്കുക, ശിഷ്യനാവുമ്പോൾ എങ്ങനെയാണ് മുഹമ്മദ് നബി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പരിശോധിക്കാം, വാപ്പ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് മുഹമ്മദ് നബി നിങ്ങൾക്ക് പഠിച്ചു നോക്കാം, മകൻ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് മുഹമ്മദ് നബിയെ പഠിച്ചു നോക്കാം, ഇണ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് മുഹമ്മദ് നബിയെ പഠിച്ചു നോക്കാം, കച്ചവടക്കാരൻ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് മുഹമ്മദ് നബിയെ സല്ലല്ലാഹു. അവിടെ ഒന്നും പ്രശ്നങ്ങളില്ല. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? ഇത് ഭയങ്കര പ്രശ്നമാണ്, തോട്ടാൻ പറ്റൂല ഇയാളെ. ഇദ്ദേഹം അപ്പോ നമ്മളിപ്പോ നമ്മുടെ നേതാക്കന്മാരെയൊക്കെ കണ്ട എന്താ, അവരുടെ എല്ലാ വശങ്ങളിലേക്കും ടോർച്ചടിക്കൂല. നമ്മളെ മുമ്പിൽ പബ്ലിസിറ്റി ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളിലേക്ക് മാത്രമേ പുതിയ കാലത്തും പഴയ കാലത്തും നേതാക്കന്മാരിലേക്ക് നമ്മൾ കയറി ചെന്നിട്ടുള്ളൂ. കാരണം അവരുടെ ഇരുണ്ട, നമ്മൾക്ക് ലേറ്റിടാൻ പറ്റാത്ത കുറെ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. എല്ലാ റൂമിലും ലേറ്റിട്ടാൽ ചിലപ്പോൾ എന്താവും, നേതൃത്വത്തിന്റെയും പദവിയുടെയും സ്ഥാനങ്ങളിൽ നിന്നൊക്കെ പതുക്കെ അരിച്ചു ഒരു താഴേക്ക് ഇറങ്ങേണ്ടി വരും. പക്ഷെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല. നിങ്ങൾ എവിടെ ലേറ്റിട്ടാലും വളരെ ക്ലീനാണ്. നിങ്ങളുടെ മനസ്സിനെ മുഷിപ്പിക്കുന്ന, നിങ്ങളെ മടുപ്പിക്കുന്ന, നിങ്ങളെ വെറുപ്പിക്കുന്ന, നിങ്ങളുടെ നിലപാടുകളെ അട്ടിമറിക്കുന്ന ഒന്നും നിങ്ങൾക്ക് മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കാണാൻ പറ്റില്ല. വളരെ ക്ലീനായിരിക്കും. അത് ഒരു മനുഷ്യനെ കുറിച്ച് അഭിപ്രായം പറയേണ്ട ആരൊക്കെയാണ് ആളുകൾ? ഒന്ന് ഇണകളാണ് പറയേണ്ടത്, പിന്നെ മാതാപിതാക്കളാണ് പറയേണ്ടത്, പിന്നെ മക്കളാണ് പറയേണ്ടത്. ഒക്കെ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കും. ചിലപ്പോൾ എന്റെ പെണ്ണുങ്ങളോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ ചിലപ്പോൾ നല്ല അഭിപ്രായം പറഞ്ഞോളന്നില്ല. മൂപ്പര് നിങ്ങളെടുത്ത കുറിച്ച് ആരായിരിക്കും, പക്ഷെ നമ്മളെ പെരയിൽ വന്നാൽ മൂപ്പരെ കഥ കട്ടപ്പുകയാണെന്ന് പറയും. അങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ആളുകൾ അങ്ങനെയുള്ള പറയാം. അതാണ് പറയാം, മൂപ്പര ആൾ ഉഷാറാണ്, പക്ഷെ മൂപ്പര കച്ചവടമാണ്, ബിസിനസ്സുകാർ എന്നുള്ള നിലയ്ക്ക് മൂപ്പര ആളൊരു തരികിടയാണ്. മൂപ്പര ആളൊക്കെ ഉഷാറാണ്, പക്ഷെ മൂപ്പര് കച്ചവടം, മൂപ്പരുടെ ഉദ്യോഗസ്ഥ പദവിയുണ്ടല്ലോ അവിടേക്കാണ് കയറി ചെന്നാല് അടിയിലും മേലെയൊക്കെ മൂപ്പർക്ക് കയ്യാ. രാവണന്റെ മാതിരി 10-20 കൈയുണ്ട്. അതിലെ നമ്മുടെ അജിത് കുമാറൊക്കെ DGP കുറിച്ചൊക്കെ MLA പറഞ്ഞിട്ടില്ല നിങ്ങള്. എന്തൊരു വാങ്ങല, സ്വർണ്ണടക്കം മലയുടെ വന്നാൽ പോലും അത് ഉരുക്കിയിട്ട് പൊടിച്ചിട്ടാണ് കൊണ്ടുപോകണം ഇവരൊക്കെ കൂടിയിട്ട്. സംഘപരിവാർ എന്ന് പറയുന്ന ഓട്ടപാത്രം നടത്തുന്ന കാവട്യങ്ങളും കള്ളത്തരങ്ങളും ഈ രാജ്യത്തിന് ഉണ്ടാക്കി വെക്കുന്ന അപമാനങ്ങൾ, അത് ഏൽപ്പിക്കുന്ന പരിക്കുകൾ എന്ന് ചർച്ചാ വിഷയമല്ല. ഇതാ ഓരോ ആളുകളുടെയും അതിന്റെ ഉള്ളറകളിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ സാധാരണ വ്യക്തികൾ മുതൽ കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, ബുദ്ധിജീവികൾ, ശാസ്ത്രജ്ഞന്മാർ, മതനേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, ആരുടെ ഉള്ളറകളിലേക്ക് നിങ്ങൾ ഏറ്റടിക്കുമ്പോൾ റസൂല് നിങ്ങളുടെ മുമ്പിൽ ഖജാഅക്കും മിനല്ലാഹി നൂർ, ഭയങ്കര പ്രകാശമായിട്ട് നബി തന്നെ പ്രകാശമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനി ലൈറ്റ് ഓഫാക്കിയാലും റസൂൽ കിടൂല. റസൂൽ നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും. കാരണം ലൈറ്റ് ഓഫാക്കേണ്ട ഒരു പ്രശ്നം റസൂലിനില്ല. വളരെ നിറഞ്ഞ പ്രകാശത്തോടുകൂടി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജ്വലിച്ചു നിൽക്കുക. സൂര്യൻ ഓഫാവില്ലല്ലോ. സൂര്യന് കെട്ടുപോകാന്ന് പറയുന്ന ഒരു പരിപാടി, അത് സർവനാശമാണ്, വഫാത്താവുക. സൂര്യന്റെ തീരലാണ്, അതോടുകൂടി മനുഷ്യ സംഭവം തീരും. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെളിച്ചം എന്ന് പറയുന്നത് ഏത് ഭാഗത്തേക്കും അത് ഒഴുകി പരക്കുകയാണ്, സൂര്യന്റെ കിരണങ്ങൾ പോലെ എല്ലാ ഭാഗത്തേക്കും. എനിക്കും നിങ്ങൾക്കൊക്കെ കയറി ചെല്ലാം. ഇതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഇണകളും അദ്ദേഹത്തിന്റെ മക്കളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ ഭാഗങ്ങളൊക്കെ എത്ര മനോഹരവും വൈകാരികവുമാണ് എന്നുള്ളത് ചരിത്രത്തെ പരിശോധിച്ച് നോക്കി നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ ഭാര്യമാര് തമ്മിൽ ഭാര്യമാർക്കൊക്കെ ഒരുക്കം തോന്നി. എന്താ, രാഷ്ട്രീയ നേതാവും മത നേതാവും എന്നൊക്കെ പറഞ്ഞ ഉദ്യോഗസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സൗകര്യത്തിൽ ജീവിക്കാം. അങ്ങനെയല്ലേ? റസൂൽ അങ്ങനെ ജീവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പലരും തോറ്റുപോണത്. അദ്ദേഹത്തിന്റെ കൊട്ടാരം നിന്നാ തലമുട്ടും, കിടന്നാ കാലും തലയും മുട്ടും. അതായിരുന്നു കൊട്ടാരം എന്നാണ് പറയുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആധുനിക ചരിത്രകാരന്മാരും പൗരാണിക ചരിത്രകാരന്മാരും ഒക്കെ പറയണത് അതായിരുന്നു മുഹമ്മദ് മുസ്തഫ. സ്വന്തമായി തുന്നി, ചെരുപ്പ് തുന്നി, സ്വന്തമായി കീറിയ വസ്ത്രം അദ്ദേഹം തന്നെ തുന്നി. പക്ഷേ റോമിലെ കൈസറും അതേപോലെ പേർഷ്യയിലെ കൈസറും എന്ന് പറഞ്ഞ ബൈഡനും അതുപോലെ തന്നെ നരേന്ദ്രമോദിയൊക്കെ അനുസരിക്കപ്പെടുന്നതിനേക്കാൾ ജനങ്ങൾ അസാമാന്യം അധികാരത്തിന്റെ പവർ കൊണ്ട് അനുസരിക്കപ്പെടും. അത് പദവികളാണ്, അല്ലാതെ അവരോടുള്ള കടപ്പാടുണ്ട്. അവരെങ്ങാനും കടപടി, ഇപ്പൊ ADGP എങ്ങാനും കടപടിക്ക് എറിയപ്പെട്ടാൽ പിന്നെന്താ ADGP? ഒരു മനുഷ്യനെ വകവെക്കൂല. അത് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു കിടക്കുന്നുണ്ട് പല കാര്യങ്ങളും എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ എതിരാണ്. അതേസമയം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കൊന്നും പറയാനില്ല. അദ്ദേഹത്തിന്റെ വീട് വളരെ ലളിതമായിരുന്നു. വസ്ത്രങ്ങൾ അങ്ങനെ ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. റസൂൽ എണീച്ച് വരുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊണ്ടേ കൊടുക്കുന്നുണ്ട്. എന്ത് നല്ലൊരു പുതപ്പ്, ഇത് വിരിച്ചൊന്ന് കടന്നോളിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈത്തപ്പനന്റെ മടല് അതിന്റെ പഴയകാലത്ത് നമ്മള് ഓല മുടഞ്ഞിട്ട് ഇതുണ്ടാക്കുമല്ലോ. നമ്മൾ പുതിയ തലമുറക്കൊന്നും അറിയില്ല. പണ്ട് വീടുകളൊക്കെ അത് വൈക്കോലും അതുപോലെ തന്നെ ഈ ഓല മുടഞ്ഞിട്ട് അത് ഇതാക്കിയിട്ടാണ് നമ്മൾ വീടുകളൊക്കെ മേയുക. അങ്ങനെ ഈത്തപ്പന മടല് വിരിച്ചിട്ട് അതിലാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കണത്. ഒരു വിരിപ്പുണ്ടാവും, അതിൽ കിടക്കാം. ഇങ്ങോട്ട് എണീച്ച് വരുമ്പോൾ പുറത്തൊക്കെ പാട്. മകളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അമ്മോശൻ കാക്കയും കൂടി മരുമകനാണല്ലോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കാണാൻ വന്ന് വിളിച്ചപ്പോൾ റസൂൽ ഉറക്കം തെളിയിച്ച് വരുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോൾ പുറത്ത് മുഴുവൻ ഈ ഈത്തപ്പന മടലിന്റെ പാടാണ്. ഇതൊന്ന് നിങ്ങൾക്ക് ഈ റസൂൽ ഇങ്ങനെയൊന്നും കിടക്കേണ്ട കാര്യമൊന്നുമില്ല, കുറച്ച് നന്നായിട്ടൊക്കെ കിടന്നുറങ്ങും നമുക്ക്. അങ്ങനെ അദ്ദേഹം ഇവിടുന്ന് പേർഷ്യന്നോ സിറിയെന്നോ ഏറ്റവും വന്ന കച്ചവടക്കാർ കൊണ്ടുവന്ന നല്ലൊരു പുതപ്പ് കൊണ്ടുവന്നിട്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നബി പറഞ്ഞു, ഉമർ ഇതൊക്കെ ഇപ്പൊ എന്തിനാ നമ്മളിപ്പോ എത്ര കാലാണ്
ഇതിനും നമുക്കൊക്കെ എന്ത് ശാശ്വതീകരണം അവിടെ ഉള്ളത്? ഇതൊന്നും എന്നെ മോഹിപ്പിക്കണതും ഞാൻ ആഗ്രഹിക്കണതുമല്ല. ഇതിനേക്കാൾ വലുത് എനിക്കും എനിക്കൊക്കെ കിട്ടാനുണ്ട്. നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം എന്ന് പറയണ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന്റെ മറുഭാഗമുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അമീറായി വന്നപ്പോ അദ്ദേഹം ഇതേപോലെ ഒരുതരം അങ്ങനെ ഉണ്ടല്ലോ, ഭയങ്കര പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ആവഭാവങ്ങളൊന്നുമില്ല, ആകെ ടിപ് ടോപ്പ് ആയിട്ട്. അതുകൊണ്ട് അങ്ങനെ നടക്കേണ്ടെന്നൊന്നുമില്ല. അത്വഹൂറു ശത്റുൽ ഈമാൻ ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല. ഉള്ള വൃത്തിയും വെടിപ്പും ടിപ് ടോപ്പ് ഒക്കെ വേണം. പക്ഷെ കൃത്രിമത്വങ്ങൾ, കാട്ടിക്കൂട്ടലുകൾ, ആഡംബരങ്ങൾ, പൊങ്ങച്ചങ്ങൾ, പൊതുസമൂഹത്തിന്റെ സമ്പത്ത് കൊണ്ടുള്ള എന്താണ് ആഘോഷങ്ങൾ, പഞ്ചായത്തിലെ വാർഡ് അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് പ്രധാനമന്ത്രി അടക്കമുള്ളവര് അരങ്ങ് തകർക്കുന്നത് നമ്മുടെ കാശുകൊണ്ടാ, നമ്മുടെ സമ്പത്തുകൊണ്ടാ. ഈ പാവങ്ങളുടെ അവർക്കുള്ള വാഹനങ്ങൾ, അവരുടെ സഞ്ചാരം, അവരുടെ സുഖങ്ങൾ എല്ലാം എല്ലാവരും എന്നല്ല, വളരെ നല്ലൊരു കൂട്ടത്തിലൊക്കെ ഉണ്ട്. പക്ഷെ നല്ലൊരു ശതമാനം അല്ലാഹു റസൂല് അതിനൊന്നും നിന്നിട്ടില്ല. അപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് വന്നാലേ ഇപ്പൊ ഏറ്റവും വലിയ സാമ്രാജ്യമാണല്ലോ ലോകത്ത്. അന്ന് മനുഷ്യരുള്ള 1/3 ഇസ്ലാം ജയിച്ചടക്കിയിട്ടുണ്ട്. നബി തിരുമേനിയുടെ കാലമാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം. എവിടെയൊക്കെ മനുഷ്യന്മാരുണ്ടോ അന്നത്തെ ഭൂപടം അനുസരിച്ച് മനുഷ്യർ താമസിക്കുന്ന 1/3 പ്രസിഡന്റാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിന് ആളുകൾ വരും, വലിയ വലിയ നയതന്ത്ര സംഘങ്ങൾ, ഓസ്ട്രേലിയയിൽ നിന്ന്, ജപ്പാനിൽ നിന്ന്, റഷ്യയിൽ നിന്ന്, ഫ്രാൻസിൽ നിന്ന്, ബ്രിട്ടനിൽ നിന്ന്. ഇപ്പൊ അങ്ങനെ ഉണ്ടല്ലോ പ്രധാനമന്ത്രിനെ കാണാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ കാണാൻ വരുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് എങ്ങനെയാണ്, ഒരിക്കൽ റോമക്കാർ വരുന്നുണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോ അവര് ഭയങ്കര പ്രൗഢിയിൽ ഗെറ്റപ്പിൽ, കാരണം റോമിന്റെ ആൾക്കാരാണല്ലോ. അമേരിക്കക്കാരൻ വരുന്ന മാതിരി ഉള്ളതുണ്ട്. ഇപ്പൊ എൻഫോഴ്സ്മെന്റ് നമ്പർ 1 എന്നൊക്കെ പറഞ്ഞ വിമാനമൊക്കെ എടുത്തോ അതിൽ ഭയങ്കര ആഡംബരത്തോടുകൂടിയാ വരുന്നത്. അപ്പോ ഒരു കേട്ടിട്ടുണ്ട് അമീറുൽ മുഅ്മിനീൻ ഭയങ്കരനാണ്. ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യത്തിന്റെ കൂടെ ഒരു സീസറിനെയും അതേപോലെ തന്നെ കൈസറൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അവരുടെ മുമ്പിൽ അവരുടെ നേതാക്കന്മാരുണ്ട്. അപ്പൊ അവര് മദീനയിലേക്ക് വരുമ്പോ നമ്മളെ സീസറും കൈസറും ഇങ്ങനെയാണെങ്കിൽ അമീറുൽ മുഅ്മിനീൻ എങ്ങനെയായിരിക്കും, മദീനയിലെ കൊട്ടാരത്തിന്റെ വലിപ്പം എന്തായിരിക്കും, അദ്ദേഹത്തിന്റെ ഹാവഭാവങ്ങൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും അദ്ദേഹം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക. അങ്ങനെ ആൾക്കാരെ കൊണ്ടുപോയിട്ട് അമീറുൽ മുഅ്മിനീന്റെ വീട്, അപ്പം വീടൊരു സാധനമാണ്, ഇതാണ് അമീറുൽ മുഅ്മിനീന്റെ വീട്, അദ്ദേഹം ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ എവിടെയാന്ന് ചോദിച്ചു. ചെന്ന് നോക്കുമ്പോ നമസ്കാരം കഴിഞ്ഞൊരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ കൈ തലക്കണിയൊക്കെ വെച്ചിട്ട് കിടക്കുകയാണ്. ഇത് കണ്ടിട്ട് ഇവര് ഞെട്ടുന്നുണ്ട്. ഞങ്ങളുടെ രാജാവിനെ കിടക്കാൻ സമ്മതിക്കില്ല, ഞങ്ങൾ അടിച്ചു കൊന്നുകളയും. അങ്ങനെയാണ്. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുകയും ഭരണാധികാരിയെ മുമ്പിൽ കിട്ടുകയും ചെയ്താൽ മിക്കവാറും ഭരണാധികാരികളുടെയൊക്കെ കഥ അതോടുകൂടി തീരും. അങ്ങനെ സെക്യൂരിറ്റി ഇല്ലാതെ വന്ന് കടന്നുറങ്ങാൻ പറ്റുന്ന നേതാക്കന്മാര് ഇന്ന് ലോകത്ത് വളരെ 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 കുറവാണ്. എല്ലായിടത്തും മതം, രാഷ്ട്രീയം, സമ്പത്ത്, ശാസ്ത്രം, വിദ്യാഭ്യാസം, പോലീസ്, ഏത് മേഖല എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അധികാരത്തിന്റെ പവറിലാണ്, തണലിലാണ് അവർ അവരുടെ നേതൃപരമായ. അപ്പോ കണ്ടിട്ട് അവർ ഞെട്ടുന്നുണ്ട്. അപ്പൊ ഈ സഹാബിമാർക്ക് ഒരു അഭിപ്രായം ഉണ്ടായി, ഈ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു സാധുപോലത്തില് വലിയ വലിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരുമ്പോ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് കുറച്ച് നല്ല ടിപ് ടോപ്പിൽ നിൽക്കാൻ പറയണം. പക്ഷെ ആർക്കും പറയാൻ ധൈര്യമില്ല. ഉമർ റളിയല്ലാഹു അൻഹു ആണല്ലോ, എന്താണ് മറുപടി പറയാന്ന് പറയാൻ പറ്റില്ല. സഹാബികളിലാരും ഓരോരുത്തരും തമ്മിൽ പറയുന്നുണ്ട്, അമീറുൽ മുഅ്മിനീനെ ഒന്ന് ഷോ ചെയ്യണം, ഒന്ന് കുറച്ച് ഉഷാറാക്കണം. ആളുകളൊക്കെ വരുമ്പോ അതിനനുസരിച്ച് ഒരു എന്താണ് പറയാ, ഇത് വേണ്ട, ഗെറ്റപ്പ് വേണ്ട കാണാൻ. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് അപ്പൊ ആർക്കും പറയാൻ ധൈര്യമില്ല. അവസാനം അവര് എന്നിട്ട് അവര് പറഞ്ഞു, നബിന്റെ ഉമറിന്റെ തന്നെ മകളാണല്ലോ ഹഫ്സ, ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്, നബിന്റെ ഭാര്യയാണ്. അപ്പൊ മകള് പറഞ്ഞാൽ കേൾക്കൂല, പക്ഷെ നബിന്റെ ഭാര്യ എന്നുള്ള നിലക്ക് ഹഫ്സ പറഞ്ഞാൽ കേട്ടോളും. കാരണം നബിനോട് സ്നേഹമുണ്ട്. അവിടെ നബിയുടെ നബിയുടെ ഭാര്യ പറയുന്നത് ആര് കേൾക്കും? മകളായ ഹഫ്സ പറഞ്ഞാൽ മതി. എന്നിട്ട് ഹഫ്സ റളിയല്ലാഹുവിന്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്തിട്ട് അവര് കയറി ചെല്ലുന്നുണ്ട്. ഹഫ്സ എന്ന് പറയും, ആളുകളൊക്കെ ഒന്ന് വരുമ്പം ഒരു ഇതിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഹഫ്സ റളിയല്ലാഹു പാപ്പ ചെന്നപ്പോ പറയുന്നുണ്ട്, ഉപ്പ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ അമീറുൽ മുഅ്മിനീനല്ലേ, കുറച്ചും കൂടിയൊക്കെ ഒരു ഉഷാറ് വേണം, അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ഉഷാറാവണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ഹഫ്സനോട്, നീ ആരുടെ കൂടെയാണ് ജീവിച്ചത്? നീ ആരുടെ കൂടെയാണ് ഹഫ്സ ജീവിച്ചത്? നിന്റെ ഇണ ആരായിരുന്നു? അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം എവിടെയാണ് കിടന്നിരുന്നത്? അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിന്റെ ഭക്ഷണം ഏതായിരുന്നു? അദ്ദേഹം എങ്ങനെയാണ് ജീവിച്ചത്? അദ്ദേഹത്തെക്കാൾ മോശപ്പെട്ടാണോ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും ഉത്തമമായ ജീവിതം നയിച്ചവനാണ് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹഫ്സ, എന്നെ വരട്ടരുത്, എന്നെ നിർബന്ധിക്കരുത്. ഞാൻ ആ ഒന്നാമൻ പോയ വഴി പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഉള്ളത് മുഴുവൻ ചെലവഴിച്ച് ഒന്നുമില്ലാതെ അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ചവനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് എന്റെ മേലിൽ സംഗതികൾ നിർബന്ധം വെച്ചിട്ട് കടന്നു വരരുത് ഹഫ്സ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ പെണ്ണുങ്ങൾക്കൊന്നും വലിയ ചെലവ്, വലിയ പള്ളർച്ച ഭക്ഷണവും നല്ല അടിപൊളി വസ്ത്രങ്ങളൊന്നുമില്ല.
അപ്പൊ പെണ്ണുങ്ങളൊക്കെ തമ്മിൽ ഇരുന്നിട്ട് ചർച്ച ചെയ്തു. എന്താ ചർച്ച ചെയ്തത്? ഇങ്ങനെ മുഹമ്മദ് നബിന്റെ കൂടെ നിന്നാല് കുറച്ച് നബിന്റെ സാമർത്ഥ്യ കുറവാണ്. നബി വിചാരിച്ച പലതും ഇവിടെ നടക്കും. പക്ഷെ നബി അങ്ങനെയൊന്നും ആഗ്രഹിക്കാത്തതുകൊണ്ടാണ്. സഹാബത്തിനോട് പറയുക, ആളുകൾ വഴിയൊക്കെ ചെയ്താൽ ഇഷ്ടംപോലെ സൗകര്യങ്ങൾ കിട്ടും. പക്ഷെ ഇതൊക്കെ റസൂല് അപ്പൊ എല്ലാവരും കൂടി യോഗം കൂടിയിട്ട് നബിയോട് ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെയൊന്നും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല. കുറച്ച് നല്ല ഭക്ഷണവും കുറച്ച് നല്ല വസ്ത്രവും അത്യാവശ്യം നല്ല വൃത്തിമെടുപ്പുള്ള ഒരു പേരെയൊക്കെ, വീട് ഉള്ളതൊക്കെ വൃത്തിയുണ്ട്, പക്ഷെ എന്നാലും സൗകര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഗംഭീരാവണം. അപ്പോഴേക്കും അള്ളാന്റെ വഹി ഇറങ്ങുന്നുണ്ട്. നബി തിരുമേനി എനിക്ക് സന്ദേശം കൊടുത്തു, എന്റെ ഇണകൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റസൂലെ, താങ്കൾ അവരോട് ചെന്നിട്ട് പറയും, നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം, നിങ്ങൾക്ക് വിടുതൽ ചെയ്യാം, നിങ്ങൾക്ക് ഞാൻ അതിന്റെ മത്താവൊക്കെ തരാം, നിങ്ങൾ ഇതിനേക്കാൾ നല്ല സുഖകരമായ ജീവിതം നിങ്ങൾക്ക് നയിച്ചോ എന്ന് പറഞ്ഞിട്ട് അവരോട് ചെന്നിട്ട് പറയും. അവർ പോവാണെങ്കിൽ പോയിക്കോട്ടെ. അന്ന് അറബ് ലോകത്തെ വിവാഹം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ കെട്ടുപാടിയ പ്രശ്നമൊന്നുമില്ല. പോയാൽ ഉടനെ വേറെ പതിയാപ്പളം കിട്ടും, നല്ല ജീവിതം കിട്ടും, സൗകര്യങ്ങൾ കിട്ടും, ഇഷ്ടം പോലെ സുഖമായിട്ട് അവർക്ക് ജീവിക്കാം. ഞാൻ അവരോട് പറഞ്ഞാലാ, നീ അവരെ വിളിച്ചിട്ട് അത് പറയും എന്ന് പറഞ്ഞു. അപ്പൊ നബി തിരുമേനി ആദ്യം ആയിഷ ബീവിന്റെ അടുത്തേക്കാണ് പോണത്. ആയിഷ ബീവിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ആയിഷ, നിങ്ങളെ കൂടി ഇങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട്. ഉണ്ട്. എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു. ഇതാണ് റസൂലെ. എന്നായിക്കോട്ടെ, ഞാൻ നിങ്ങൾക്ക് തരാം, എന്റെ അടുത്ത് നിന്നിട്ട് നിങ്ങൾ കഷ്ടപ്പെടണ്ട. കാരണം നിങ്ങളെ നിർത്താൻ പറ്റുന്ന സാധനങ്ങളൊന്നും എന്റെ കയ്യിലില്ല. അത്രമാത്രം നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന അത്തരം സാധനം നിങ്ങൾ പോയിക്കോ, നിങ്ങൾക്ക് ഞാൻ ഫണ്ടിന്ന് നിങ്ങൾക്കുള്ള മത്തായി ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട്. അപ്പോ നിങ്ങൾ എന്തിനാ തെരഞ്ഞെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, എന്തെങ്കിലും പോവാം. എന്റെ കൂടെയാണ് നിൽക്കണതെങ്കിൽ ഞാൻ നിൽക്കണ പോലെ എന്റെ ഈ ജീവിതമാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോവാം. ഇതിലാണ് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവേണ്ടത്. അപ്പൊ ആയിഷ ബീവി ഉടനെ പറഞ്ഞു, റസൂലെ, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കണം. ഇവരെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ വെറുതെ വിളിച്ചതൊന്നുമല്ല ഖുർആൻ. പക്ഷെ ആയിഷ ബീവി ഒരു ഡിമാൻഡ് കൂടി വെച്ചു. ആരെടുത്ത്? നബിന്റെ അടുത്ത്. നബി നിങ്ങൾ ഞാൻ അഫ്സന്റെ അടുത്ത് പോകും, അഫ്സനോട് ഇതൊക്കെ പറയും. അപ്പൊ അഫ്സൻ ചോദിക്കും, ആയിഷ എന്താ തീരുമാനിച്ചെന്ന് ചോദിക്കും. അപ്പൊ ആയിഷ അതാ തീരുമാനിച്ചെങ്കിൽ ആയിഷയുടെ ബുദ്ധിമതി എന്നുള്ള ഓൽക്കൊക്കെ കുറെ ആളുകൾക്ക് തിരിയും. അതുകൊണ്ട് ആയിഷ എടുത്ത തീരുമാനം എന്താണോ അത് ഓരോ എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തെടുത്ത് നിങ്ങൾ അവരോട് പറയണ്ട. ഒരു സ്വന്തം നിലക്ക് കൊള്ളുക എടുക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്തോട്ടെ. ആയിഷ എന്ത് തീരുമാനം എടുത്തെന്ന് നിങ്ങൾ ഒരൊറ്റ ആളോടും പറയരുത് പറഞ്ഞു. എല്ലാ അന്ന് മരിച്ച വഫാത്തായിട്ടില്ലാത്ത എല്ലാ ഇണകളോടും റസൂൽ ഈ സംഗതി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരൊക്കെ റസൂലിനാണ് തെരഞ്ഞെടുക്കുന്നത്. അന്നത്തെ ഒരു സാമൂഹിക ജീവിതത്തിൽ വമ്പിച്ച സൗകര്യങ്ങളും എളുപ്പങ്ങളും വർധനവുകളും ഒക്കെ ലഭിക്കാൻ സാധ്യതകളെടുത്ത് അതുകൊണ്ട് ആ ചരിത്രത്തിൽ അവരെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന് ഖുർആൻ വെറുതെ വിളിച്ചൊന്നുമല്ല. അവരുടെ നിലപാടുകൾ വളരെ ക്ലിയറായിരുന്നു, നല്ല മൂല്യമുള്ളതായിരുന്നു, നന്മയുള്ളതായിരുന്നു. അബദ്ധം കാണിച്ചില്ലല്ലോ. ദുനിയാവിന് വേണ്ടി ദുനിയാവിന് വേണ്ടി റസൂലിനെ അവർ ഒഴിവാക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ദുനിയാവ് മുഴുവൻ അവർക്ക് കിട്ടും. പക്ഷെ അള്ളാഹുവിന്റെ റസൂലാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് അവർ തെരഞ്ഞെടുക്കുക. ഞാൻ പറഞ്ഞത്, അവരുടെ ഇണകൾ ഒരു പെണ്ണ് ഭർത്താവിനെ സംബന്ധിച്ച് തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണ്. അതാണ് ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നീട് പറയാം. ഞാൻ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം, അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ പഠിക്കണം, നമ്മൾ പഠിക്കണം. അതിന്റെ കഴിക്കണ്ടേ എന്നൊക്കെയുള്ള ചർച്ചക്കപ്പുറം ആരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം, എന്താണ് അദ്ദേഹം ചരിത്രത്തിൽ നിർവഹിച്ചത്, നമ്മളും അദ്ദേഹം തമ്മിലുള്ള കണക്ഷൻ എവിടെയാണ്, നമ്മൾ എഞ്ചിനും ബോഗിയും തമ്മിൽ കോർക്കണം അതിൽ എവിടെയാണ് നമ്മൾ കോർത്ത് കിട്ടിയിട്ടുള്ളത്, ഇത് പഠിക്കുക, ഇത് മനസ്സിലാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് എന്റെ സഹോദരന്മാരോടും സഹോദരിമാരോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹുവിന്റെ റസൂലിനെ കൂടുതൽ ആഴത്തിൽ നന്നായി മനസ്സിലാക്കാൻ കരുണാവാരിധിയായ റബ്ബ് നമ്മെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ റസൂലിനെ പഠിക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും പിൻപറ്റുന്നതിലും പിന്തുടരുന്നതിലും ഒക്കെ അള്ളാഹുവിന്റെ റസൂൽ, അള്ളാഹുവിന്റെ കൽപ്പനകൾ ഗൗരവത്തോടുകൂടി പാലിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ഞാൻ ഓതി വെച്ചൊരു ആയത്തുണ്ട്, അതിന്റെ അർത്ഥം മാത്രം ഒന്ന് പറയാം. യാഹ്ലൽ കിതാബ്, വേദക്കാരെ, ലോകത്തുള്ള എല്ലാ വേദക്കാരെയും പ്രത്യേകിച്ച് യഹൂദന്മാരും ക്രിസ്ത്യാനികളും വിളിച്ചിട്ടാണ് ഈ പറയുന്നത്. ഖദ് ജാഅക്കും റസൂലുന, നമ്മുടെ ഒരു ദൂതൻ റസൂലുകളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. യുബയ്യിനു ലക്കും, നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ട്, വിശദീകരിച്ച് തരാൻ വേണ്ടിയിട്ട്. കസീറൻ മിമ്മാ കുന്തും തുഖ്ഫൂന മിനൽ കിതാബി, കിതാബുകളിൽ നിന്ന് നിങ്ങൾ മറച്ചു വെച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് വിശദീകരിക്കാൻ. വയഅഫൂൻ കസീർ, നിങ്ങളുടെ കിതാബിൽ നിങ്ങൾ ഒളിച്ച് സങ്കീർണവും സംഘർഷവും ഭാരവും ഭയങ്കരമായ കെട്ടുപാടുകളൊക്കെ ഉണ്ടാക്കി വെച്ച കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പം തരാൻ, നിങ്ങൾക്ക് ആശ്വാസം തരാൻ ഈ ഒരു റസൂലിനെ നമ്മൾ അയച്ചിട്ടുണ്ട്. ഖദ് ജാഅക്കും മിനല്ലാഹ്, റസൂൽ അള്ളാഹുവിൽ നിന്നാണ് ഈ റസൂൽ വന്നിട്ടുള്ളത്. ഒക്കെ ഭയങ്കര വിശദീകരണങ്ങളുണ്ട്. പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചതോ, ഹൈക്കമാൻഡ് തീരുമാനിച്ചതോ, ഹൈ പവർ കമ്മിറ്റി തീരുമാനിച്ചതോ, സമസ്തയോ ജമാഅത്തെ ഇസ്ലാമിയോ തബ്ലീഗോ ഷിയാക്കളോ സുന്നികളോ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ഒന്നും തീരുമാനിച്ചയച്ച ആളല്ല. മറിച്ച് ഇത് അള്ളാന്റെ അടുത്ത് യഹ്ദി ഖദ് ജാഅക്കും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. നൂറുൻ, വെളിച്ചമായിട്ട്. അദ്ദേഹം തന്നെ വെളിച്ചമാണ്. അദ്ദേഹത്തിന് ഇത്രയും വെളിച്ചമുണ്ടാകാനുള്ള കാരണം ഖുർആനാണ്. ആ രണ്ടും കൂടി ചേർന്ന് ജീവിക്കുന്ന ഖുർആനായി കിതാബും മുബീൻ,
വളരെ വ്യക്തമായ ഗ്രന്ഥം. ആശയക്കുഴപ്പങ്ങൾ, തെറ്റിദ്ധാരണകൾ, അതുപോലെ തന്നെ അഴകുടമ്പൻ നിലപാടുകൾ, ഇതൊന്നുമില്ലാതെ നിയമങ്ങളും അതിന്റെ അതിരുകളും വരമ്പുകളും ഒക്കെ വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്ന ഒരു വേദഗ്രന്ഥവുമായി വെളിച്ചമായി പ്രവാചകനെ ഞാനാണ് നിങ്ങളുടെ ഇടയിലേക്ക് അയച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ധാരാളം വിശദാംശങ്ങൾ ആവശ്യമുള്ള ഒരു കാര്യമാണ്. പിന്നീട് നമുക്ക് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നമുക്കത് ഉദ്ധരിക്കാം. ഈ പ്രവാചകനെ സംബന്ധിച്ച് എല്ലാ മതക്കാരോടും, ലോകത്തുള്ള എല്ലാ മതക്കാരോടുള്ള വർത്താനാണ് ഗീതയും ബൈബിളും ഖുർആനും ഒക്കെ കയ്യിലുള്ള. കാരണം എല്ലാ വേദങ്ങളിലും നബിയെക്കുറിച്ച് വന്നിട്ടുണ്ട്, നിങ്ങളുടെയൊക്കെ വേദങ്ങളിൽ വന്നിട്ടില്ല. അതുകൊണ്ട് അഹ്ലുൽ കിതാബ്, ഈ വേദക്കാരെ, ഇതാ ഈ റസൂല്, നിങ്ങൾ ഒളിച്ചു വെച്ച കാര്യം എന്നൊക്കെ നമ്മൾ വേറെ മനസ്സിലാക്കാറുണ്ട്. മതനേതൃത്വങ്ങൾ, രാഷ്ട്രീയ നേതൃത്വങ്ങളൊക്കെ പലതിനെയും ഒളിച്ചും മറച്ചും കുഴിച്ചുമൂടിയൊക്കെയാണ് അവരുടെ കളികളിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ റസൂല് അതൊക്കെ എടുത്തിട്ട് പുറത്തിട്ടിട്ടുണ്ട്. അങ്ങനെ പറയരുത്, അത് ശരിയല്ല, നിങ്ങളെ കിതാബിൽ അതില്ല. നിങ്ങൾ കിതാബിൽ ഇല്ലാത്ത കാര്യം നിങ്ങൾക്ക് ലാഭത്തിന് വേണ്ടി കെട്ടിപ്പറയുകയാണ്, നിങ്ങൾ ചമച്ചെടുക്കുകയാണ്, നിങ്ങൾ അള്ളാഹുവിനെ ആരോപിക്കുകയാണ്. അങ്ങനെ അവരുടെ കാപട്യങ്ങൾ, കള്ളത്തരങ്ങൾ അവരുടെ ലാഭത്തിന് വേണ്ടി മറച്ചുവെക്കുകയും കൂടുതൽ വലിയ ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടാക്കി ആരാധനകളുടെയും അനുഷ്ഠാനങ്ങളുടെയൊക്കെ ഭാരങ്ങൾ അടിച്ചേൽപ്പിക്കുകയൊക്കെ ചെയ്തപ്പോ അതിൽ എളുപ്പവും നിങ്ങൾക്ക് മറച്ചുവെച്ച കാര്യങ്ങൾ വിശദമാക്കി തരാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ റസൂലിനെ അയച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ അവതരിപ്പിക്കുന്നുണ്ട്. വേറെ കുറെ അവതരണങ്ങളുണ്ട് എന്തിനാണ് റസൂൽ വന്നത്. ഇതൊക്കെ നമ്മൾ പഠിക്കല് വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ റസൂലിനെ പ്രകാശമായി, മാതൃകാ പുരുഷനായി, നമ്മുടെ നേതാവായി, നമ്മുടെ ശുപാർശകനായി, അതിന്റെ എല്ലാ അറിവിലും വികാരങ്ങളിലും മാനസികവും വൈജ്ഞാനികവുമായ അടിത്തറകളിൽ നിന്നുകൊണ്ട് ഉൾക്കൊള്ളാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും അല്ലാഹുവിനെ ഞങ്ങളെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തമ്പുരാനെ, ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങളുടെ മാതൃകാ പുരുഷനാണ്, ലോകത്തിന്റെ തന്നെ മാതൃകാ പുരുഷനാണ്. ആ പ്രവാചകന്റെ തിരുസുന്നത്തിനെ, ആ പ്രവാചകന്റെ വെളിച്ചത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ ആവാഹിക്കാനും മാതൃകാപരമായി അതിനെ പ്രതിനിധീകരിക്കാനുമുള്ള അറിവും കഴിവും സൗകര്യങ്ങളും നൽകി ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ വീടുകളെ, മുസ്ലിം ഉമ്മത്തിനെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുവേ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ കേട്ടിട്ടുമില്ല. നേർക്ക് നേരെ പണ്ട് പറഞ്ഞതും കേട്ടതും ഖുർആനിലും ഹദീസിലും ചരിത്ര പുരുഷന്മാരും ഒക്കെ അവതരിപ്പിക്കുന്ന മഹാവ്യക്തിത്വത്തെ അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട പ്രവാചകന്മാരിൽ അവസാനത്തെ അതിശ്രേഷ്ഠനായ മഹാപ്രവാചകനെ നാളെ മരണാനന്തര ജീവിതത്തിൽ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും മാതാപിതാക്കളെയൊക്കെ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു തരുമാറാകണമേ തമ്പുരാനെ. നീ ഞങ്ങളോട് കരുണ കാണിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ കുട്ടികൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ അവരെയും നീ അനുഗ്രഹിക്കണേ നാഥ. വയസ്സായിട്ടും രോഗത്തിനും വാർദ്ധക്യത്തിന്റെ അവശതകളിലുമൊക്കെ കടന്നുപോകുന്ന ഞങ്ങളുടെ ഉമ്മ, ഉപ്പ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും ആഫിയത്തും സലാമത്തും ശിഫയും നൽകി നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. നിന്നിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും, കുട്ടികൾ, ഇണകൾ, ഞങ്ങളുടെ ഉമ്മ, ഉപ്പ, ഉസ്താദുമാർ, സഹപ്രവർത്തകർ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും മൗഫറത്തും മർഹമത്തും നൽകി നീ അവരെ സ്വീകരിക്കണേ തമ്പുരാനെ. നാളെ നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഗസയെ, ഫലസ്തീനെ നീ സഹായിക്കുമാറാകണമേ തമ്പുരാനെ. അസാമാന്യമായ രക്തസാക്ഷ്യം കൊണ്ട്, അസാമാന്യമായ ത്യാഗം കൊണ്ട് മസ്ജിദുൽ അഖ്സയ്ക്ക് വേണ്ടി, ബൈത്തുൽ മുഖദ്ദസിന് വേണ്ടി, ജെറൂസലമിന് വേണ്ടി, ഫലസ്തീന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ആ ജനതയെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ.